ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് സമയം ഇപ്പോൾ ഏകദേശം 3:30 എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ കറക്റ്റ് നാളത്തേക്ക് അയക്കാനുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, ജ്വല്ലറീസും ഹെയർ ബോസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നാളെ അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഓർഡറുള്ള 2-3 ഐറ്റങ്ങളുണ്ട്. അതിനി പതുക്കെ നമ്മളിനി അയക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ മെൻഷൻ ചെയ്തേക്കാം, Lino2215 ഹെവൻലി ഹാൻഡ് മെയ്ഡ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ത്രെഡിൻ്റെ മാലയും, അതുപോലെ തന്നെ ഹെയർ ബോസ്, പിന്നെ അതുപോലെ തന്നെ ഇയറിങ്സ്, പിന്നെ ഒരു ഇയറിംഗ് ഉണ്ട്, പിന്നെ അഡ്ജസ്റ്റബിൾ ആംഗ്ലെറ്റ് ഉണ്ട്, പിന്നെ മംഗല്യ സൂത്ര, കാശ് ലോക്കറ്റിനെ വെച്ചിട്ടുള്ള മംഗല്യ സൂത്ര. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഹെയർ ബോസിൻ്റെ ഓർഡറാണ്. 3 ഹെയർ ബോ ആട്ടോ. ആണ്ട് ഇതുപോലത്തെ ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബോസ് ആണ്. ഇതിനാണെങ്കിൽ 40 റുപ്പീസ് ആട്ടോ. ഇത് 50 റുപ്പീസ് ആണ്. നമ്മൾ ബീഡ്സിൻ്റെ റേറ്റ് അനുസരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതും 40 റുപ്പീസ് ആണ്, അത്രയേ ഉള്ളൂ. ഇത് ബീഡ്സിൻ്റെ മാത്രമായിട്ടുള്ള ഹെയർ ബോസ് ആണ്. ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ബീഡ്സിൻ്റെ ഹെയർ ബോസ്. ഇതാണ് ഒന്നാമത് നമുക്ക് അയക്കേണ്ടത്, പാലക്കാടിനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ആംഗ്ലെറ്റ് ആണ്. നമ്മൾ ത്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ഇരുന്നോളും. ഇതും ഉണ്ടാക്കുന്നതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളതാണ്ട് ഈ ഒരു തൃശ്ശൂലിൻ്റെ ഒരു ജിംക്കയാണ്. ഇതാണ്ട് ഇതുപോലെ ഇത് കുറച്ച് വലിയ ജിംക്കയാണ്. വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വെയിറ്റൊക്കെ ഇങ്ങനത്തെ വലിയ കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതിൻ്റെ ഇവിടെ ആണെങ്കിൽ ഫ്യൂസ് വെയർ വെച്ചിട്ട് നമ്മൾ രുദ്രാക്ഷം ബീഡ്സ് കൂടെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ജിംക്ക എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ജിംക്കിയാട്ടോ. അത് കുറച്ച് ഹിന്ദി വേർഡ്സ് ഒക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അയക്കേണ്ടത് എങ്ങോട്ടാണ്? മലപ്പുറം ആണെന്ന് തോന്നുന്നത് അയക്കേണ്ടതെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇനി എല്ലാം അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എഴുതി വെക്കണം ഈ മലപ്പുറം. പിന്നെ അഡ്ജസ്റ്റബിൾ ആംഗ്ലെറ്റ് നമ്മൾ അയക്കേണ്ടത് തോപ്പുംപടി കൊച്ചിയിലേക്കാണ്. പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തേക്ക് അയക്കേണ്ട ഓർഡറാണ്. പിന്നെ നമുക്ക് പന്തളം അയക്കേണ്ട ഒരു ഓർഡറാണ്. താണ്ട് ഈ ഒരു കാശിൻ്റെ ഒരു മാലയാണിത്. നമ്മൾ താലിമാലയുടെ കൂടെയൊക്കെ ഹിന്ദുസൊക്കെ ഇടുന്ന ആ ഒരു മാലയാണ്. അത്യാവശ്യം ചെസ്റ്റിൻ്റെ അവിടെ വരെ ലെങ്ത് ഉള്ള മാലയായിട്ട്. ഇത്രയും വരെ ലെങ്ത് ഉണ്ട് ഇതിന്. നമുക്ക് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വെച്ചിരിക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സും ഗോൾഡ് പ്ലേറ്റഡ് ബീഡ്സും, പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ആ ഒരു ചെയിനും കാശിൻ്റെ ലോക്കറ്റും ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പന്തളത്തേക്കാണ് ഇത് അയക്കേണ്ടത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗുങ്കുരൂസ് ഒക്കെ വെച്ചിട്ടുള്ള ത്രെഡിൻ്റെ ഒരു മാലയാണ്. പിന്നെ നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത് അതാണ്ട് ഇത് ഞാൻ റീസെൻ്റ്ലി പോസ്റ്റ് ഇട്ടൊരു മാലയാണ്. മയിലിൻ്റെ ഒക്കെ ഇങ്ങനെ ത്രെഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള മാലയാട്ടോ ഇത് നൈലോൺ ത്രെഡാണ്. ത്രെഡിൽ ഇങ്ങനെ വുഡൻ ബീഡ്സും അതുപോലെ തന്നെ ലോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള സാരിയുടെ കൂടെ അതുപോലെ തന്നെ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന, എല്ലാവർക്കും ഇടാൻ പറ്റുന്ന, എല്ലാ ഏജുകാർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മാലയാണ്. അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാലയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള മാലകളാണെന്ന് തോന്നുന്നു, ഇഷ്ടമെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ താണ്ട് ഈ ഒരു മാല, ഇതും അതുപോലെ തന്നെ ഇത് കൊല്ലത്തേക്കാണ് അയക്കേണ്ടത്. ഇതും അതുപോലെ തന്നെ ഉള്ളൊരു മാലയാണ്. സിമ്പിളായിട്ടുള്ള ലോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്ലോട്ടിങ് പോലെ കിടക്കുന്നൊരു മാലയാണിത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നാളെ അയക്കാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. അപ്പം വീഡിയോയുടെ ആ ഒരു ഇൻട്രോടൊപ്പം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം ഞാനാണെങ്കിൽ ബോസൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ അയച്ച ബോസൊന്നും കുഴപ്പമില്ലാതെ ആൾക്കാരുടെ കയ്യിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കുഴപ്പമില്ലാതെ ചെല്ലുമെന്നാണ് എൻ്റെ ഒരു ഊഹം. നമുക്കറിയത്തില്ല. നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത്. DTDC ആകുമ്പോഴത്തേക്കും ചാർജ് ഇവിടെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബബിൾ റാപ്പറൊക്കെ വെച്ചാണ് നമ്മൾ ബോക്സിനകത്താക്കിയാണ് നമ്മൾ അയക്കുന്നത്. ഞാൻ കൂടുതലും ഇങ്ങനത്തെ കാർഡ്ബോർഡ് ബോക്സുകളിലാണ് അയക്കുന്നത്. കാരണം എനിക്കല്ലാത്ത കവറിനകത്തൊക്കെ അയക്കാൻ കുറച്ച് പേടിയായതുകൊണ്ട് മിക്കവാറും എല്ലാം ഞാൻ കാർഡ്ബോർഡ് ബോക്സിലാക്കി ആണ് അയക്കുന്നത്. ബബിൾ റാപ്പറൊക്കെ 2-3 വട്ടം റാപ്പ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ അയക്കുന്നത്. അപ്പം നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ ചെല്ലുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സാധനം എത്തണ്ടേ. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഏകദേശം ഞാനാണെങ്കിൽ വൈകിട്ടൊരു 3:30-4 മണി ആയപ്പോഴത്തേക്കും ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ഒരു വൈകിട്ട് 6 മണി 6:30 ആയപ്പോഴത്തേക്കുമാണ് സംഭവം ഒന്ന് തീർന്നത് തന്നെ. കാരണം നമുക്ക് കുറേയേറെ പാക്കിംഗ് ഉണ്ടായിരുന്നു.
അപ്പം എനിക്ക് ഈ അടുത്തിടയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഓർഡേഴ്സ് വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് അയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാൻ ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ അതിനെയും പിന്നെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ധൃതി ഉള്ളവരുടെ എല്ലാം നമ്മളിങ്ങനെ അയച്ചയച്ച് പോവുകയാണ്. അപ്പം നാളെ ഞാനങ്ങ് മൊത്തത്തിലങ്ങ് അയക്കാൻ വേണ്ടി അങ്ങ് വിചാരിച്ചു. അപ്പോൾ അമ്മയാണെങ്കിൽ ഇടയ്ക്ക് ചായയൊക്കെ കൊണ്ടുവന്നു. ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ ഇച്ചിരി നേരം മാത്രമേ ഉറങ്ങിയുള്ളൂ കേട്ടോ. എനിക്ക് ഉറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. രാത്രി പാക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ പിന്നെ പാക്കിങ് അങ്ങ് തുടങ്ങിയത്. അല്ലെങ്കിൽ അച്ഛനൊക്കെ വന്നിട്ട് പാക്ക് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ബോക്സുകളിലാണ് അയക്കുന്നത്. നമ്മൾ ആദ്യം ബബിൾ റാപ്പർ വെച്ച് റാപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ റാപ്പ് ചെയ്ത് കവറിനകത്തിട്ട് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ബോക്സിനകത്താണ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബോക്സൊക്കെ ഇങ്ങനത്തെ കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ബോക്സൊക്കെ ഇറക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതെങ്ങനെ പ്രിൻ്റ് ചെയ്യണം, എവിടെ പ്രിൻ്റ് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വൈകാതെ കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എനിക്കെല്ലാം കവറിനകത്ത് അയക്കാൻ കുറച്ച് പേടിയാണ്. ഇനി അഥവാ എങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാലോ. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സിനകത്താക്കി ഇതുപോലെ കവറിട്ട് പൊതിഞ്ഞിട്ടാണ് എല്ലാം ഞാൻ അയക്കുന്നത്. പിന്നെ മണ്ടയ്ക്ക് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എഴുതുന്നുണ്ട്. അപ്പം നമ്മുടെ പാക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 6:30 ആയപ്പോഴത്തേക്കും നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അയക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ആ ഒരു പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയി കേട്ടോ. ഞാൻ 3:45 4 മണിക്കോ എങ്ങാണ്ട് തുടങ്ങിയത് 6:30 ആയപ്പോഴത്തേക്കാണ് കഴിഞ്ഞത്. എൻ്റെ പൊന്നെ ഒന്നും പറയുക കൂടെ വേണ്ട. അപ്പം ഇനി എനിക്ക് പോയി കുളിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതിന് കുഴപ്പമൊന്നും പറ്റിയില്ല, കുറവൊന്നും പറ്റിയില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ പോയായിരുന്നു. ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഇനിയും സെറ്റാക്കണം. അതിനി ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു, ബൈ.